മമ്മൂക്കയുടെ കൂടെ കുറേ നടന്നു എന്ന് വെച്ചാൽ സന്തത സഹചാരിയായി കൂട്ടുപോവുക. ഇങ്ങനെ കുറെ നടന്നതല്ല, പുള്ളി വന്ന് വിളിച്ചിട്ട് പോകും. അല്ല, നമുക്ക് സംസാരപ്രിയനാണ്, കേൾവിക്കാരനായിട്ട് ഒരാൾ കൂടുതലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അറിയാം, എനിക്കറിയാം. ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഈ ആൾക്കാർ കാണുന്ന മമ്മൂട്ടിയേ അല്ല. ആൾക്കാർ പറയുന്നല്ലേ മമ്മൂട്ടി ഭയങ്കര ജാടയാണ്, സംസാരിക്കാനുള്ള ഒരു ജാടയില്ലാത്ത ഒരു പാവം മനുഷ്യനാണ്. അതായത് സിംഹപ്പൂച്ചയാണെന്ന് പറഞ്ഞാൽ സിംഹവുമാണ് പൂച്ചയുമാണ്. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ വിസ്മയ സ്റ്റുഡിയോയിൽ ഇതുപോലെ പോയപ്പോൾ ഞാൻ കളി എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ് ചെയ്യാൻ പോയിട്ട് ഞാൻ ഇറങ്ങി പോയിട്ട് പുറത്തേക്ക് വെയിൽ കാരണം കണ്ണ് മങ്ങി ഇങ്ങനെ ഇറങ്ങിപ്പോയ പുറകെ എന്ന് വിളിച്ചു. അപ്പം ഞാൻ ഈ വെയിലത്ത് നോക്കിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആരാണ്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മമ്മൂക്ക ഒരു ചായ കുടിക്കാനായിട്ട് കപ്പ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അന്ന് എന്തോ ഒരു തെലുങ്ക് പടം പേരൻപോ ഏതോ പടത്തിൻ്റെ ഡബ്ബിങ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നു. പറഞ്ഞ് കേട്ടതെല്ലാം നോക്കിയപ്പോൾ ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ മമ്മൂക്ക മൊത്തം പറഞ്ഞു. ഞാൻ വിലയിരുത്തി നോക്കിയപ്പോൾ അല്ലേ ഭയങ്കര കേൾവിക്കാരനാവുക, ഇങ്ങനെ കേട്ട് നിൽക്കുക. അത് അറിയാവുന്നവർക്ക് അറിയാവുള്ളൂ. അപ്പം എനിക്ക് സിനിമയിൽ ഒരുപാട് പ്രശസ്തിയിലെത്തി നിൽക്കുന്ന കൂട്ടുകാരുണ്ട്. നടന്മാരായാലും സംവിധായകരായാലും എങ്ങനെയുള്ളൊരു എനിക്കുണ്ട്. അവരെന്നോട് എങ്ങനെ പെരുമാറുന്നതെന്നും എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരനായ മമ്മൂട്ടി ജ്യേഷ്ഠനോട് എങ്ങനെ പെരുമാറുന്നതെന്നും രണ്ടും വേറെ തിരിച്ച് എനിക്കറിയാം. ഈ എൻ്റെ കൂടെ മിമിക്രി കളിച്ച് നടന്നിട്ട് വലിയ നടന്മാരായ ആൾക്കാരുണ്ട്. ഹലോ കാണിക്കും, അതിൽ കണ്ടവരിക്കും ഹലോ പറഞ്ഞു. അവിടെ നിന്നോ ഇങ്ങോട്ട് വരണ്ടാന്നാ ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ജ്യേഷ്ഠൻ അങ്ങോട്ട് ചെന്നില്ലേ, നിനക്ക് എന്താണ് പണി, നീ ഇങ്ങോട്ട് വാ, നീ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ നീ. അപ്പോൾ ഇല്ലടാ എനിക്ക് തലവേദന, നിൻ്റെ തലവേദന ഞാൻ ഡ്രൈവർ വണ്ടി അയക്കാം, ഇങ്ങോട്ട് വാ. നീ ഡ്രൈവറെ വിളിച്ച് വണ്ടി വിട്ട് വീട്ടിലേക്ക് വിളിപ്പിക്കും. നമുക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂർ പോവാം, എനിക്കൊരു ആവശ്യമുണ്ട് പോകണ്ട, അപ്പം നീയും വാ. അങ്ങനെ സിംഗപ്പൂർ അവിടെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകും. അതുപോലെ വിശ്വംഭര സാറില്ലേ? വിശ്വംഭരൻ എൻ്റെ ജ്യേഷ്ഠൻ മമ്മൂട്ടി, ഇവർ 3 പേരും ആയിരുന്നു. കളക്ടർ വിശ്വംഭര സാർ. എനിക്ക് വിശ്വംഭര സാറിന് ഈ അവസാന സമയങ്ങളിൽ അദ്ദേഹമായിട്ട് കുറച്ച് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയും, പേഴ്സണലായിട്ട് വീട്ടിലേക്ക് വരും, ഞാൻ ഫീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. പറയും. ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളാണ് മമ്മൂട്ടി. അതൊന്നും ആൾക്കാർക്ക് അറിയില്ല. അതിപ്പോൾ പഴയ ഒരു സമയത്ത് പെട്ടെന്ന് പറഞ്ഞതാണ് മേള സിനിമ കഴിഞ്ഞ്. അപ്പം മമ്മൂട്ടി അതിൽ സെക്കൻഡ് ഹീറോ ആണ്. ഞാൻ ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് പേര് വിളിച്ച് പറയുന്നത് പണ്ടേ ചെറുപ്പത്തിലേ അങ്ങനെ ശീലമായി പോയതുകൊണ്ട് പുള്ളിക്കാല് കുഴപ്പമൊന്നും അങ്ങനെ ജാടയൊന്നുമില്ല. മമ്മൂട്ടിയാണ് ഞാൻ വിളിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞത്. എല്ലാവരും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പണ്ട് വിളിച്ചത്. പുള്ളി ഒരാൾക്ക് പറഞ്ഞിരുന്നു, നീ എന്നെ കയറി മമ്മൂട്ടി എന്ന് വിളിക്കുന്നത്, എൻ്റെ അനിയന്മാരൊക്കെ നിൻ്റെ ജ്യേഷ്ഠനെ പൂക്കാക്കാന്ന് വിളിക്കുന്നത്, അപ്പോൾ നീ എന്നെ ഇച്ചാക്കാന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആൾ ഇച്ചാക്കാന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം ഇച്ചാക്കാന്ന് വിളിക്കുമ്പോഴേ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ആൾക്കാർ അവൻ ഭയങ്കര ക്ലോസ് ആണെന്ന് അറിയിക്കാനായിട്ട് ഇച്ചാക്കാന്ന് വിളിക്കുന്നത്. മമ്മൂട്ടി അതിന് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 1000 കസിൻസ് സെൻറ്റ് റീസാസ് കോളേജിലുണ്ട്. എല്ലാ കസിൻസാ, മുസ്ലിം ആണെങ്കിൽ മമ്മൂട്ടിയുടെ കസിനായിരിക്കും. പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൽ നുണ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഈ മേളയുടെ ഡബ്ബിങ്ങിന് മദ്രാസിൽ പോകണം. മമ്മൂട്ടി ജീവിതത്തിൽ ട്രെയിനിൽ കയറിയിട്ടില്ല ആ സമയത്ത്. എൻ്റെ ജ്യേഷ്ഠൻ ട്രെയിനിലൊക്കെ പോയിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് ഞാൻ. അപ്പോൾ ഇവർ രണ്ടിനും ഭയങ്കര തിരക്കുള്ള സെക്കൻഡ് ക്ലാസ്സിൽ ഇടിച്ചാണ് പോണത് ഡബിങ്ങിന്. അപ്പോൾ ഇവർ കയറി രണ്ടുപേരും 2 കമ്പാർട്ട്മെൻറ്റിലായി പോയി. മദ്രാസിൽ ചെന്നിറങ്ങിയപ്പോൾ മമ്മൂട്ടി ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്, എന്ത് പണിയാണ് കാണിച്ച, എനിക്ക് ട്രെയിൻ കയറി പഠിച്ചില്ല, ഞാനാകെ ടെൻഷൻ അടിച്ച് ഏത് സ്റ്റേഷനാണെന്ന് എനിക്കറിയില്ല, നീ എന്ത് പണിയാണോ കാണിച്ചത് ജ്യേഷ്ഠനോട്. ഇതൊക്കെ ഇപ്പം ഇതാരും പറഞ്ഞു കേട്ടോ, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പറയരുത്, ഇത് രഹസ്യമാണ്, ഇത് ആരും അറിയില്ല. എന്ത് എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞത് മോശമാണ്, അതൊക്കെ പറയരുത്. ഇല്ലില്ല, ഞാൻ ഇത് ഞാൻ ഒരാളുടെ അടുത്തും പറയില്ല, ഇതൊരു മനുഷ്യൻ അറിയൂല്ല. ഒക്കെ പറഞ്ഞു വാക്ക്, ഇത് ഞാൻ പറഞ്ഞ വാക്ക്. അതുവരെ പറയാൻ പാടില്ലാത്ത വേറൊരു കാര്യം പറയാം. അതുപോലെ പറ. ഞാൻ പണ്ടേ ഈ നാടകവും മിമിക്രിയൊക്കെ ആയിട്ട് നടക്കുന്ന കാലഘട്ടം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഈ പറഞ്ഞ മമ്മൂട്ടി എൻ്റെ വീട്ടിൽ വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞങ്ങളുടെ അവിടെ മട്ടാഞ്ചേരി അവിടെ ഒരു ആണ്ടാകുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. അത് ഞാൻ മമ്മൂട്ടി കൂടെ ചാടി കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണത്, ആ കുളത്തിൽ. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് ഭയങ്കര സിനിമ ഭ്രാന്ത. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു അബ്ദുൽ ഖാദർ വക്കീലൊക്കെ ഉണ്ട്. പുള്ളിയാണ് സിനിമ പിടിക്കുന്ന ആളും. ചാപ്പ എന്ന് പറഞ്ഞിട്ട് ചാരം പ്രേംനസീറിൻ്റെ സിനിമ. ആ സമയത്താണ് ഞാൻ ഈ പോക്കുവെയിലുമൊക്കെ പിന്നീട് മദ്രാസിലെത്തി പോക്കുവെയിലൊക്കെ അഭിനയിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് എങ്ങനെ കിട്ടി ഈ പോക്കുവെയില്? പുള്ളിക്ക് അത്ഭുതം. അപ്പോൾ ജ്യേഷ്ഠൻ, അഴിമുഖം, ചുക്ക്, ചാകര, ഷറഫ്
ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യേഷ്ഠനോട് പറയും ഇവരൊക്കെ ഇങ്ങനെ കിട്ടിയത് ഇതിലൊക്കെയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ മേളയിൽ കിട്ടിയതൊക്കെ. അപ്പോൾ ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ മിമിക്രി തുടങ്ങിക്കഴിഞ്ഞു, പ്രൊഫഷണലായി. ഏതാണ്ട് 10ാം ക്ലാസ് പ്രീഡിയൊക്കെ ആയി. അപ്പോൾ 7ാം ക്ലാസ് മുതൽ ഞാൻ കാണണമല്ലോ. ഈ സമയത്ത് പുള്ളി YFA എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഓച്ചന്തുരുത്തുണ്ട്, നാടക ട്രൂപ്പ് YFA. അവിടെ ആൻ്റണി പാലക്കൻ എന്ന് പറയും. ഇപ്പോൾ ഈ ഷറഫ്, മമ്മൂട്ടി, ആൻ്റണി പാലക്കൻ, വിശ്വംഭരൻ, മുരളി, ഇങ്ങനെ ഒരു 5 പേരാണ് കൂട്ടുകാർ. പിന്നെ ഒരു മധുവുണ്ട്, മധു പിന്നെ മജിസ്ട്രേറ്റൊക്കെ, ഇവരാണ് കൂട്ടുകാർ. അപ്പോൾ ഈ സമയത്ത് ജേഷൻ കിങ് സോളമൻ എന്ന് പറയുന്ന നാടകത്തിൽ അറിയോ, കുയിലൻ കുയിലൻ പുള്ളി നാടകത്തിലും പോവും. ഭയങ്കര കട്ടി ശബ്ദമാണ്. നാടകമില്ലാത്തപ്പോൾ ഇവിടെ പച്ചക്കറി വെക്കും. അതെങ്ങനെ? തക്കാളി 1/2 കിലോ 40 രൂപ, തക്കാളി 1/2 കിലോ 40 രൂപ. ആ ട്രൂപ്പില് ഷറഫ് ജ്യേഷ്ഠൻ കിങ് സോളമനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ഷറഫിൻ്റെ കൂടെ റിഹേഴ്സലിന് മമ്മൂട്ടി പോകും. ഈ മമ്മൂട്ടിയാണെന്ന് അവിടെ വന്നിരുന്നത് അവരറിഞ്ഞാൽ അവർ തലറങ്ങി മരിച്ചു പോകും. പറയരുത്, തലറങ്ങി മരിക്കൽ ഒരുപാടുള്ള നാട്ടില് പറയാതെ കരുത്. അപ്പൊ മമ്മൂട്ടി ആ കിങ് സോളനായിട്ട് ഞാനായിരുന്നെങ്കിൽ അതൊക്കെ മമ്മൂട്ടി ജ്യേഷ്ഠനോട് പറയാറുണ്ട്. അപ്പൊ ഇടയ്ക്ക് ജ്യേഷ്ഠൻ ട്രൂപ്പ് വിട്ട് പോകാൻ, നീ വെറുതെ വിട്ടുപോകല്ലേ, ഇത്ര നല്ല റോള് കിട്ടിയിട്ട് നാടകത്തിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ട് നീ എന്ത് മണ്ടത്തരം കാണിക്കണം, നീ വെറുതെ പോലെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് YFA ട്രൂപ്പിൽ പുള്ളി ആന്തോളനം എന്നൊരു നാടകം, ആന്റണി പാലക്കൻ ഡയറക്റ്റ് ചെയ്യുന്നു. മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്നു. 3-4 സ്റ്റേജൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇളങ്കുന്നപ്പുഴ അവിടെ അമ്പലത്തിൽ നാടകം. ഈ ആന്റണി പാലക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടനാണ്. നാടകത്തിൽ കറക്റ്റ് ടൈമിന് നാടകം തുടങ്ങിക്കോളണം, റോഡ്സ് കൊണ്ട് അങ്ങനത്തെ കാണണം. ആ സമയത്തുണ്ട് മമ്മൂട്ടിക്ക്, എനിക്ക് പോക്കുവലിലേക്ക് ടെലഗ്രാം എന്ന പോലെ മമ്മൂട്ടിക്ക് വന്നിരിക്കുകയാണ് ജനശക്തി ഫിലിംസിൽ നിന്ന് വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ അഭിനയിക്കാൻ. ഏതോ ഡേറ്റ് അടുത്ത 11-ാം തീയതി ഷൊർണൂർ എത്തണം ഷൂട്ടിങ്ങിന്. നാടകമുണ്ട് 11-ാം തീയതി. ആ ദിവസം നാടകം അതുണ്ടാവും. അങ്ങനെയാണ് എല്ലാം കൂടെ ഒന്നിച്ചേ വരുള്ളൂ. നമ്മൾ പത്മവഴി ബസ് കാത്ത് നിന്നാൽ മേനക വഴി ബസ് മാത്രമേ വരുള്ളൂ. മേനക കാത്ത് നിന്നാൽ വഴി വരുള്ളൂ. എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വരും. പുള്ളിക്ക് നാടകം വന്നു, സിനിമ വന്നു, എന്ത് ചെയ്യും, ടെൻഷനായി. പാലക്കനോട് പറഞ്ഞു, പാലക്ക എനിക്ക് ഇങ്ങനെ ഷൊർണൂരിന്ന് MT വാസുദേവന്റെ സിനിമയിൽ ഉദ്ഘാടന സ്വപ്നങ്ങളിൽ അഭിനയിക്കാൻ വേഷം. ഉദ്ഘാടന സ്വപ്നങ്ങളിൽ എനിക്ക് പ്രശ്നമല്ല, ഞാൻ നാടകം ബുക്ക് ചെയ്തിരിക്കുന്നത് കാങ്കുന്നപ്പുഴ അമ്പലത്തിൽ. ആൾക്കാരോട് ഞാനെന്ത് പറയും, നിന്നെ വിടറ പ്രശ്നമില്ല എന്ന് പറയും. പുള്ളി ഓടി എൻ്റെ അടുത്ത് വരുന്നു മമ്മൂട്ടി. അപ്പം അന്ന് ഞാൻ മിമിക്രിക്കാരൻ സ്റ്റേജിലോട്ടൊക്കെ കളിച്ചടക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ സംഭവമുണ്ട്, നീ കയറി അഭിനയിക്കാൻ പറഞ്ഞോളൂ. എന്നോട് ഞാൻ മണ്ടനായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ സമ്മതിച്ചാ, ഞാൻ അഭിനയിച്ചോളാം. ഫുൾ ലെങ്ത് നാടകമാണ്, മറ്റന്നാ നാടകമാണ്. അങ്ങനെ പുള്ളി YFAയിലേക്ക് വിളിച്ചത് പാലക്കണമെന്ന് കിട്ടണമെന്നൊക്കെ പറഞ്ഞു. അന്ന് അങ്ങനെയുള്ള ഫോണിലൊക്കെ അങ്ങനെ പാലക്കന് കിട്ടി. പാലക്കനോട് പറയണം, പാലക്കൻ അഭിനയിക്കാൻ ആൾ റെഡി ആയിട്ടുണ്ട്. ആരാണ്? ഷറഫിൻ്റെ അനിയൻ അൻസാറിന് ഇവളൊന്നും അഭിനയിച്ചാൽ ശരിയാവില്ല. നീ എന്തീ പറഞ്ഞ ഒരു കാരണം വെച്ചാൽ ശരിയാവില്ല. നീ എന്താ, നിന്നെ വിടറ പ്രശ്നമില്ല. വിൽക്കാൻ സ്വപ്നങ്ങൾ റോൾ. ഒരു മമ്മൂട്ടി ജനിക്കാൻ വേണ്ടി പോകണം, പ്രസവ വേദന പറയണം, വീടിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയറി ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, പാലക്ക ഞാൻ അഭിനയിച്ചോളാം. ഞാനല്ലേ പറയണത്, ഞാൻ എത്ര സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്താണെന്നാണ്, ഞാൻ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ ഏറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഏക്കാണ്. അവസാനം പുള്ളി മനസ്സോടെ സമ്മതിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരാം, ഇന്ന് രാത്രി ഫുള്ള് നിന്ന് ഞാൻ പഠിച്ചോളാം നാടകം എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് എൻ്റെ സ്കൂട്ടറിൽ ഞാനും മമ്മൂട്ടിയും കൂടെ ഫോർട്ട് കൊച്ചി ജങ്കാറിൽ ഇപ്പുറം ചെന്ന് നിന്നു. പാലക്കൻ അപ്പുറം വന്ന് നിന്നു. ഇവിടുന്ന് രാത്രി 10 മണിക്ക് സ്പെഷ്യലാണ്. എന്ത് ജങ്കാറ് കാലിയായി കിടക്കുന്ന സ്ഥലം, ജങ്കാറിൻ്റെ ശബ്ദമില്ല, ഒന്നുമില്ല. അവിടുന്ന് പാലക്കൻ സ്കൂട്ടറിൽ, ഇവിടുന്ന് ഞങ്ങളും എന്ന് പറഞ്ഞ് കട്ടിയപ്പോൾ ജങ്കാർ സ്റ്റാർട്ടായി. അപ്പോൾ പാലക്കൻ പറഞ്ഞ എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന ആൾ വരും. എന്നെ ആ ജങ്കാറിൽ സ്കൂട്ടറിൽ മമ്മൂട്ടി ആ ജങ്കാറിൽ വിട്ട് ഞാൻ പോയി പാലക്കൻ്റെ കൂടെ പുറകിൽ പോയി. മണ്ടനായ ഞാൻ ഈ ഫുൾ ലെങ്ത് നാടകം ഫുള്ള് ഡയലോഗ് പിടിക്കണ്ടേ. ജിമ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. 24 മണിക്കൂറിനകം പപ്പ, ഞാൻ പപ്പയെ കൊന്നിരിക്കും, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുള്ള നാടകമാണ്. അങ്ങനെ കയറി ഞാൻ അഭിനയിച്ചു. 2 രാത്രി റിഹേഴ്സലെടുത്ത് ഞാൻ ഇവിടെയും അഭിനയിച്ചു. മമ്മൂട്ടി ഷൊർണൂർ പോയി വിൽക്കാണ്ട് സ്വപ്നങ്ങളിൽ അഭിനയിച്ചു. അങ്ങനെ മമ്മൂക്ക എന്ന വലിയൊരു നടൻ. അതെ. ഈ കാര്യം ഞാൻ ഇന്നാള് നമുക്ക് വീട്ടിൽ വന്നപ്പോഴേ, മമ്മൂട്ടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞൂടെ, എനിക്ക് എന്തൊരു ഹൈപ്പായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനല്ല, നീയാ പറയേണ്ടത്. ഞാൻ പറഞ്ഞു, എന്നായി ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. നീ പറഞ്ഞു എന്ന് പറഞ്ഞു.
ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഞാൻ ആരോടും പറയൊന്നുമില്ല, ഇത് നമ്മളുടെ മനോജായിട്ട് ഒരാൾക്ക് പറയരുത്. ഇല്ല, ഞാനിത് വളരെ രഹസ്യമായിട്ട് വെച്ച് വെക്കുക.